Hello guys, welcome back to Peak Time Learners. LBS MCA Admission 2026ന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് റിലീസ് ആയത് ഓഗസ്റ്റ് 3 ആണ്. ആൻഡ് ഓൾസോ ഓഗസ്റ്റ് 3 4 PM തൊട്ടായിരിക്കും നിങ്ങൾക്ക് ടോക്കൺ ഫീസ് പേ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ആഫ്റ്റർ 4 PM നിങ്ങൾക്ക് ടോക്കൺ ഫീസ് പേ ചെയ്യാം. ആൻഡ് ഈ ടോക്കൺ ഫീസ് പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 5 ആണ്. ഓഗസ്റ്റ് 5 വരെ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് പേ ചെയ്തിട്ട് സീറ്റ് കൺഫേം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് എല്ലാം ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ ചിലർക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ വെച്ച കോളേജ് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ കോളേജ് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഒരു ഓർഡറിലല്ലേ കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് വെച്ച കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നതെങ്കിൽ ജസ്റ്റ് ടോക്കൺ ഫീസ് പേ ചെയ്യാം. ടോക്കൺ ഫീസ് എത്രയാണെന്ന് നിങ്ങളുടെ സൈറ്റിൽ തന്നെ കാണിക്കും. ഫീസ് കൺസെഷൻ ഒക്കെ ഉണ്ടെങ്കിൽ 1000 റുപ്പീസ് ആണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർ എയ്ഡഡ് കോളേജ് ആണെങ്കിൽ 7630 സംതിങ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ 10K ആണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടിയേക്കുന്നതെങ്കിൽ ജസ്റ്റ് ടോക്കൺ ഫീ പേ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. അഡ്മിഷൻസ് എല്ലാം നടക്കുന്നത് ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് ഇനി ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ടോക്കൺ ഫീ പേ ചെയ്തിട്ട് വെയിറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത കേസാണ് ഫസ്റ്റ് അല്ലാതെ വേറെ ഓപ്ഷൻസ് കിട്ടുന്ന സ്റ്റുഡൻസ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 8 കോളേജസ് വെച്ചിട്ടുണ്ടെന്ന് വെക്കാം. നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് കൊടുത്തപ്പോൾ 8 കോളേജസ് ആണ് വെച്ചത്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന 6th കോളേജ് ആണെന്ന് വെക്കാം. ഈ ഒരു കേസിൽ ആദ്യം നിങ്ങൾ ടോക്കൺ ഫീസ് പേ ചെയ്യാം. ഈ ഒരു കോളേജിന് എത്രയാണോ ടോക്കൺ ഫീസ് അത് പേ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ കോളേജ് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ 10Kയും ഗവൺമെന്റ് ഓർ എയ്ഡഡ് ആണെങ്കിൽ 7000 സംതിങ്. ആ ഒരു ഫീസ് പേ ചെയ്യാം. പേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി താഴെയുള്ള ഈ കോളേജസ് ഡിലീറ്റ് ആയി പോകും. ഇതിന്റെ ടോപ്പിലുള്ള കോളേജസ് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോളേജ് ഓക്കെ ആണെങ്കിൽ 6th ആയിട്ടുള്ള കോളേജ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ ഹയർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇനി അടുത്ത കേസാണ് ഈ ഒരു കോളേജ് ഓക്കെ അല്ലാത്ത കേസ്. ആ ടൈമിൽ ഈ ടോപ്പിലുള്ള 5 കോളേജസ് നിങ്ങൾക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. ടോപ്പ് 5 കോളേജസിന്റെ പ്രയോറിറ്റി ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കോളേജ് ഉണ്ടെങ്കിൽ അതിനെയും ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യാം. അഡ്മിഷൻസ് എല്ലാം നടക്കുന്നത് ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെന്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് പേ ചെയ്തു. ഇനി അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ MCA 2026ന്റെ അഡ്മിഷൻ ക്ലോസ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ആൻഡ് റീഫണ്ട് ഉടനെ കിട്ടൂല, ഒരു 3 to 6 months ഒക്കെ എടുക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ് കിട്ടുന്നതെന്ന് വെക്കാം. ആ ഒരു കേസിൽ നിങ്ങൾ 10,000 ആണ് ടോക്കൺ ഫീസ് ആയിട്ട് പേ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാണ്. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഓർ എയ്ഡഡ് കോളേജ് കിട്ടിയെന്ന് വെക്കാം. അവിടെ നിങ്ങൾ പേ ചെയ്യേണ്ടത് 7630 റുപ്പീസ് സംതിങ് ആണ്. അപ്പം നിങ്ങൾ ഓൾറെഡി 10,000 അടച്ചിട്ടില്ലേ, അതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഫീസ് ഒന്നും അടയ്ക്കണ്ട. റിമൈനിങ് ഉള്ള 2000 സംതിങ് റുപ്പീസ് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ഇനി ഓപ്പോസിറ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു എയ്ഡഡ് കോളേജ് കിട്ടിയെന്ന് വെക്കാം. അപ്പോൾ 7630 സംതിങ് ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടിയെന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾ 10,000 ആയിരിക്കും അവിടുത്തെ ടോക്കൺ ഫീസ്. നിങ്ങൾ ഓൾറെഡി 7,000 സംതിങ് പേ ചെയ്തു. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ വേറെ സെൽഫ് ഫിനാൻസിങ് കിട്ടുമ്പോൾ റിമൈനിങ് ആയിട്ടുള്ള 2000 സംതിങ് മാത്രം അങ്ങോട്ട് പേ ചെയ്താൽ മതി. ഇനി നിങ്ങളിപ്പോൾ വെച്ചേക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ബട്ട് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. ആ ഒരു കേസിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ടോക്കൺ ഫീ പേ ചെയ്യുക, എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അവർ ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കോളേജ് സ്വിച്ച് ചെയ്യാം. ഇതൊരു ഓപ്ഷനാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടോക്കൺ ഫീസ് ഒന്നും പേ ചെയ്യേണ്ട, നിങ്ങൾ സീറ്റ് ഒന്നും കൺഫേം ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബട്ട് ദ സേഫർ ഓപ്ഷൻ ഇസ് നിങ്ങളിപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. ബിക്കോസ് ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 അലോട്ട്മെന്റിലും സീറ്റ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ബാക്കി വേക്കൻ്റ് ഉള്ള സീറ്റിനായിരിക്കും സ്പെഷ്യൽ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ എല്ലാവർക്കും സീറ്റ് കിട്ടണമെന്നില്ല. മേ ബി കിട്ടാം, മേ ബി കിട്ടാതെയും ഇരിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് കോളേജ് ഇഷ്ടമല്ല എങ്കിലും ജസ്റ്റ് അഡ്മിഷൻ എടുക്കുക ആൻഡ് അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ആകാം. ഇനി നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ വരുമ്പോൾ സ്വിച്ച് ചെയ്യും എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, സെൽഫ് ഫിനാൻസിങ് ഓർ കോസ്റ്റ് ഷെയറിങ് ഈ കോളേജസിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് അന്വേഷിക്കണം. ഇപ്പോൾ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക. ബിക്കോസ് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ഈ NOC കിട്ടൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല. സോ ഇത്രയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഇനി വരുന്ന ഒരു കേസാണ് ഈ അലോട്ട്മെന്റിൽ കോളേജ് ഒന്നും കിട്ടാത്ത സ്റ്റുഡൻസ്. ഇപ്പോൾ വന്നേക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്. ഇതിൽ കോളേജ് കിട്ടിയില്ല എങ്കിൽ മേ ബി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കോളേജ് കിട്ടും. അപ്പോൾ കോളേജ് കിട്ടാത്തവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി സെക്കൻഡ് അലോട്ട്മെന്റ് വരെ. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടാനും ചാൻസ് ഉണ്ട്, കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം ഓർ ഡിലീറ്റ് ചെയ്യാം. പുതിയ കോളേജസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക സെക്കൻഡ് അലോട്ട്മെന്റ് വരെ. ഇനി അതിലും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുമ്പോൾ പുതിയ കോളേജ് ലിസ്റ്റൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ചിലർക്ക് ട്രയൽ അലോട്ട്മെന്റിൽ കോളേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടില്ല. അതിൻ്റെ റീസൺ ട്രയൽ കഴിഞ്ഞിട്ട് കുറേ സ്റ്റുഡൻസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് പ്രയോറിറ്റീസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതിനെ അഫക്റ്റ് ചെയ്ത് കാണും. ആൻഡ് ഓൾസോ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടാത്ത സ്റ്റുഡൻസിനും ഇതിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ കിട്ടിയില്ല എന്ന് നിങ്ങളൊന്നും ഫീൽ ചെയ്യേണ്ട. ബിക്കോസ് സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്, സ്പെഷ്യൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്പോട്ട് ഉണ്ട്. സോ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റിൽ കിട്ടും. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, നിങ്ങളിപ്പോൾ പേ ചെയ്യുന്ന ഈ ഒരു ടോക്കൺ ഫീസ് ഇല്ലേ, MCA 2026 അഡ്മിഷൻ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ LBS ത്രൂ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുത്തേക്കുന്നത് ആ കോളേജിലോട്ട് ഈ ടോക്കൺ ഫീസ് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ആ കോളേജിൽ ഈ ഒരു ഫീസിനെ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ട്യൂഷൻ ഫീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി നിങ്ങൾ LBSൽ ടോക്കൺ ഫീ അടച്ചു ബട്ട് മാനേജ്മെന്റിൽ വേറെ സീറ്റാണ് നോക്കിയെങ്കിൽ ആ കേസിൽ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. സോ ഈ അലോട്ട്മെന്റ് ബേസ്ഡ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. താങ്ക്